ഹലോ, 3 ടൈപ്പ് ആൾക്കാരെ നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. 1, നമ്മൾ കഷ്ടപ്പാട് നടന്ന സമയത്തുണ്ടല്ലോ നമ്മളെ സഹായിച്ചവർ, മറക്കരുത്. 2, ഇതേ സെയിം കഷ്ടപ്പാട് സമയത്ത് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തും നമ്മളെ കുറ്റപ്പെടുത്തിയും നമ്മളെ ഒന്നും സഹായിക്കാത്ത ആൾക്കാർ. 3, ഈ കഷ്ടപ്പാടിനെല്ലാം കാരണക്കാരനായ ആൾക്കാരാണ് അവർ. ഈ 3 ടൈപ്പ് ആൾക്കാരെയും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളൊന്ന് ലൈഫിൽ വീഴുമ്പം മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയൂ. നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും, നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കത്തില്ല, നമ്മളെ എന്തെല്ലാം സാഹചര്യത്തിലാണ് നമുക്കുള്ളത്, നമ്മുടെ ബുദ്ധി ഏതെല്ലാം രീതിയിൽ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ വീഴുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ എഴുന്നേറ്റ് വരണം, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം പവർഫുള്ളാണ്. അതായത് ഒരു എംപ്റ്റി പോക്കറ്റ് നമ്മളെ പഠിപ്പിക്കും നമ്മൾ എന്താണ്, നമ്മൾ എന്താവാൻ പറ്റും, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളവിടെ ആരൊക്കെ നിൽക്കും എന്നെല്ലാം ഒരു എംപ്റ്റി പോക്കറ്റ് പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മൾ വീഴും പഠിക്കുന്നത്. ഒരു നല്ല ഹസ്ബൻഡിനെയും ഒരു നല്ല അച്ഛനെയും കിട്ടാത്ത എത്രയോ സ്ത്രീകൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, അവരെത്രത്തോളം ഡീപ്പിൽ നിന്നാണ് വരുന്നതെന്ന്. പക്ഷേ ഇതിനെല്ലാം ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്ത് നല്ല മുന്നേറി വരുന്ന സ്ത്രീകളുണ്ട്. അവർ 1000 പുരുഷന്മാർക്ക് സമമാണ്. 1000 പുരുഷന്മാർ ഒന്നിച്ചുള്ള കുട്ടികളാണ് ഈ വരുന്ന പെൺകുട്ടികൾ. എന്ന് പറയുന്ന പോലെ നമ്മളും കയറി വരേണ്ടത് നമ്മുടെ മൈൻഡ് ഷാർപ്നെസ്സിനോടാണ്. അതായത് എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ വീഴ്ചയിൽ നിന്നും നല്ലപോലെ പഠിക്കുന്നത്. നമ്മൾ വീണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ് പോവല്ല, നമ്മൾ ആ വീഴ്ചയിൽ നിന്നും പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ?